ഹായ് ഓൾ. നമ്മൾ നോക്കുന്നത് ആവറേജിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, പാർട്ട് 2. ഇതോടുകൂടി ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്ക് തീരും. ഓക്കെ, നമുക്ക് ക്വസ്റ്റിനിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരു 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നു. 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സാണ്. അവിടെ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാളുണ്ട്, അയാൾക്ക് പകരം പുതിയൊരാൾ വന്നു. അപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? അത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ കയ്യിൽ ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ 10 പേരായിരുന്നു ഉള്ളത്. 10 പേരുള്ള ആ ക്ലാസ്സിലെ 50 കിലോഗ്രാമുള്ള ഒരു കുട്ടി പോയിട്ട് പകരം പുതിയൊരാൾ വന്നു. 50 കിലോഗ്രാമുള്ളൊരു കുട്ടി പോയി, പകരം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ശരാശരിയിൽ 2 കിലോ വർധനവുണ്ടായി. നമ്മൾ ശരാശരിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 10 കുട്ടികളുടെ എണ്ണം എത്രയാണ്? 10ആണ്. പോയ കുട്ടിയുടെ ഭാരം എത്രയാണ്? 50 കിലോഗ്രാമാണ്. വന്നയാളുടെ ഭാരം എത്രയാണ്? അത് നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ശരാശരി കുറച്ച് കൂടിയിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നിങ്ങളോട് പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ശരാശരിയിൽ വർധനമാണ്. അപ്പോൾ പോയ കുട്ടിയുടെ ഭാരം, പോയ ആളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ, എത്ര പേരുടെ ക്ലാസ്സാണെന്ന് നമുക്കറിയാം, ഇൻറ്റു ശരാശരിയുടെ വർധനവ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ പോയ ആളുടെ ഭാരം പ്ലസ്, അതായത് ശരാശരി കൂടുക ചെയ്തേ, അത് കാരണമാണ് അവിടെ പ്ലസ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ 10 കുട്ടികളുള്ള ക്ലാസ്സാണ്. അപ്പോൾ 10 കുട്ടികളുടെ ക്ലാസ്സിൽ 50 കിലോഗ്രാമുള്ള ഒരാൾ പോയി, പകരം ഒരാൾ വന്നപ്പോൾ ശരാശരി കൂടി. അപ്പോൾ ശരാശരി കൂടിയത് കാരണമാണ് നമ്മളിവിടെ എന്തിട്ടിരിക്കുന്നത്? പ്ലസ് എന്നിട്ടേക്കുന്നത്. അപ്പോൾ അത് ഓർത്തോണം. അപ്പോൾ പോയ ആളുടെ ഭാരം പ്ലസ് ശരാശരി കൂടിയത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? അവിടെ പ്ലസ് ഇട്ടിരിക്കുന്നത്. ശരാശരി നമുക്ക് തന്നിട്ടുണ്ടാവും, കൂടിയത് എത്രയാണ് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ പോയ ആളുടെ ഭാരം എത്രയാണ്? നമ്മുടെ 50 കിലോ അല്ലേ? 50 കിലോഗ്രാം പ്ലസ് അംഗസംഖ്യ എത്രയാ? 10 കിലോഗ്രാം, അല്ല 10 എണ്ണം. 10 പേരുടെ ക്ലാസ് അല്ലേ? വർധനവ് എത്രയാ? 2. അപ്പോൾ നമ്മൾ നോക്കിയേ, 50 പ്ലസ് 20 എത്ര കിട്ടി? ആൻസർ 70 എന്ന് കിട്ടി. കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ അതായത് നമ്മൾ എന്ത് ചെയ്യുക? പോയ ആളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വർധനവ് ചെയ്താൽ നമുക്ക് പുതിയതായി വന്ന ആളുടെ ഭാരം കിട്ടും. അപ്പോൾ അത് കൂടി എന്ന് പറഞ്ഞ കാരണമാണ് നമ്മളവിടെ പ്ലസ് ഇട്ടേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ? 15 കുട്ടികളുള്ള ഒരു ക്ലാസ്, 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരിയിൽ എത്ര കിലോഗ്രാമിൻ്റെ വ്യത്യാസം വന്നു? 2 കിലോഗ്രാമിൻ്റെ. അപ്പോൾ 15 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? അത് 2 കിലോൻ്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? പോയ ആളുടെ ഭാരം 50 കിലോഗ്രാം പ്ലസ് എത്ര കുട്ടികളാണ്? 15 കുട്ടികൾ ഇൻറ്റു 2. മനസ്സിലായോ? ഇപ്പോൾ പോയ ആളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. ശരാശരി കൂടുതലായതുകൊണ്ട് പ്ലസ്. 50 പ്ലസ് 30 എത്ര വന്നു? 80 കിലോഗ്രാം. അപ്പോൾ വന്നയാളുടെ ഭാരം എത്രയാണ്? 80 കിലോഗ്രാമാണ്. മനസ്സിലായല്ലോ ഇക്വേഷൻ? പോയ ആളുടെ ഭാരം പ്ലസ് എന്താണ്? ക്ലാസ്സിലെ അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വർധന. അപ്പോൾ 80 കിലോഗ്രാം എന്ന് കിട്ടിയ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 30 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി എത്ര വന്നു? 1 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. 30 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 40 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാം എന്ന വർധനവുണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യണം? പോയ കുട്ടിയുടെ ഭാരം പ്ലസ് ക്ലാസ്സിലെ അംഗസംഖ്യ എത്രയാണ്? പോയ കുട്ടിയുടെ ഭാരം എത്രയാണ്? നമുക്കിവിടെ തന്നിരിക്കുന്നത് 40 ആണല്ലേ? 40 പ്ലസ് അംഗസംഖ്യ എത്രയാ? 30 ഇൻറ്റു ശരാശരി വർധനവ് എത്രയാ? 1. അപ്പോൾ 30 ഇൻറ്റു 1. അപ്പോൾ 40 പ്ലസ് 30 എത്ര കിട്ടി? 70 എന്ന് കിട്ടി. 70 കിലോഗ്രാമാണ് പുതിയതായിട്ട് വന്ന ആളുടെ ഭാരം. മനസ്സിലായല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളിൽ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ കുറവുണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? കിലോഗ്രാമിൽ കുറവാണ്. കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? പോയ ആളുടെ ഭാരം. പോയ ആളുടെ ഭാരം മൈനസ്, കുറവെന്ന് പറഞ്ഞാൽ മൈനസ് അംഗസംഖ്യ ഇൻറ്റു വ്യത്യാസം. ശരാശരിയിലെ വ്യത്യാസം.
ഓക്കെ, വ്യത്യാസം. പോയാളുടെ ഭാരം എത്ര ഇവിടെ? 50 കിലോഗ്രാം. 50 കിലോഗ്രാം മൈനസ് കുറയുമെന്ന് പറയുന്ന കാരണമാണ് മൈനസ് 50 കിലോഗ്രാം മൈനസ് ശരാശരിയിൽ 1 കിലോമിൻ്റെ വ്യത്യാസം. എത്ര പേരായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നത്? 20 പേര്. 20 × 1. 50 മൈനസ് 20 എത്ര കിലോഗ്രാമാണ് വന്നയാളുടെ ഭാരം? 30 കിലോഗ്രാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ അതായത് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടത്? പോയ ആളുടെ ഭാരം മൈനസ്. ഓക്കെ, മൈനസ് എന്തുകൊണ്ട് എടുത്തത്? മൈനസ് എടുത്തതിൻ്റെ കാരണം എന്താണ്? പോയ ആൾ ശരാശരിയിൽ എന്താ ചെയ്തിരിക്കുന്നത്? ശരാശരിയിൽ കുറവാണ് വന്നിരിക്കുന്നത്, അത് കാരണമാണ് നമ്മൾ മൈനസ് എടുക്കുന്നത്. ഓക്കെ, ഇനി ശരാശരി കൂടുമായിരുന്നപ്പോൾ നമ്മൾ എന്തായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്? പ്ലസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ഒരു ക്ലാസ്സിലെ 15 കുട്ടികളിൽ 70 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ കുറവുണ്ടായി. കുറവാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? 2 കിലോഗ്രാമിൻ്റെ കുറവാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, 2 കിലോഗ്രാമിൻ്റെ കുറവുണ്ടായി. അപ്പോൾ ശരാശരിയിൽ എന്ത് വ്യത്യാസം വന്നേക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോറി, ശരാശരിയിലെല്ലാം വന്ന കുട്ടിയുടെ ഭാരം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശരാശരിയിൽ എന്ത് വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്? ശരാശരിയിൽ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? പോയ ആളുടെ ഭാരം. പോയ ആളുടെ ഭാരം എത്ര ഇവിടെ? പോയ ആളുടെ ഭാരം, ഓക്കെ, പോയ ആളുടെ ഭാരം എത്രയായിരുന്നു? 70 കിലോഗ്രാം. ഓക്കെ, 70 കിലോഗ്രാമുള്ള ആളാണ് പോയത്. 70 മൈനസ് ക്ലാസ്സിലെ അംഗസംഖ്യ എത്രയാണ്? 15 കുട്ടികൾ അല്ലേ? വ്യത്യാസം എത്രയാണ്? 2 കിലോൻ്റെ. അപ്പോൾ 15 × 2. അപ്പോൾ 70 മൈനസ് 30. 70 മൈനസ് 30 എത്രയാണ്? 40 കിലോ. അപ്പോൾ വന്നയാളുടെ വെയിറ്റ് എത്രയേ ഉള്ളൂ? 40 കിലോഗ്രാമേ വന്നയാൾക്ക് വെയിറ്റ് ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിലെ 25 കുട്ടികളിൽ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ കുറവുണ്ടായി. കുറവുണ്ടായി എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? അപ്പോൾ എത്ര പിള്ളേരുണ്ട് ആ ക്ലാസ്സിൽ? 25 പേരുണ്ട്. പോയ ആളുടെ ഭാരം എത്രയാണ്? 50 കിലോഗ്രാം. പുതിയതായി വന്ന ആളുടെ ഭാരം എത്രയാണ്? നമുക്ക് അറിയില്ല. കുറവ് എത്ര വന്നു? 1 കിലോഗ്രാമിൻ്റെ കുറവ് വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പോയ ആളുടെ ഭാരം എത്രയാണ്? പോയ ആളുടെ ഭാരം 50 കിലോഗ്രാം. 50 കിലോഗ്രാം മൈനസ് ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 25 കുട്ടികൾ. 25 എത്ര വ്യത്യാസം വന്നേക്കുന്നത്? ഒരെണ്ണം. 1 കിലോഗ്രാമിൻ്റെ. ഇപ്പോൾ 25 × 1. അപ്പോൾ 50 മൈനസ് 25. അപ്പോൾ എത്ര കിട്ടിയത് നമുക്ക്? 25 കിലോഗ്രാം. അപ്പോൾ വന്ന കുട്ടിയുടെ ഭാരം എത്രയാണ്? 25 കിലോഗ്രാം ഉള്ളൊരു കുട്ടിയാണ് നമുക്ക് 70 കിലോഗ്രാം 50 കിലോഗ്രാം ഭാരമുള്ള ആൾക്ക് പകരം വന്നത് 25 കിലോഗ്രാമുള്ള കുട്ടിയാണ്. അത് കാരണം ശരാശരിയിൽ 1 കിലോഗ്രാം കുറഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ഒരു ക്ലാസ്സിലെ 19 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാമാണ്. അധ്യാപകൻ്റെ ഭാരം കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനമുണ്ടാകും. എങ്കിൽ അധ്യാപകൻ്റെ ഭാരം എത്ര? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? നോക്കിയേ, ഒരു ക്ലാസ്സിലെ 19 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോയാണ്. അപ്പോൾ ശരിക്കും എക്സ്ട്രാ ഒരാൾ വന്നല്ലേ? എക്സ്ട്രാ ഒരാൾ വന്നല്ലോ, കുട്ടികളുടെ എണ്ണം. അപ്പോൾ അംഗസംഖ്യ എന്ന് പറയുമ്പോൾ എത്ര ശരിക്കും വരുന്നത്? അംഗസംഖ്യ എന്ന് പറയുമ്പോൾ എത്ര വരും? 19 പേര് ഓൾറെഡി ഉണ്ട് ആ ക്ലാസ്സിൽ. പിന്നെ അധ്യാപകനോട് കൂട്ടിക്കഴിയുമ്പോൾ എത്ര പേരാവും? 20 പേരാവും. മനസ്സിലായോ? അതായത് അധ്യാപകനെ ഇപ്പോൾ അവിടെ കൗണ്ട് ചെയ്തിട്ടില്ല. ആദ്യം 19 കുട്ടികളുടെ ശരാശരി എടുത്തപ്പം അധ്യാപകനെ കൂട്ടിയിട്ടില്ല. അപ്പോൾ അംഗസംഖ്യ ശരിക്കും എത്രയായിരുന്നു? ആദ്യം 19 ആയിരുന്നു. അപ്പോൾ അധ്യാപകൻ്റെ എണ്ണം കൂടെ കൂട്ടുക. അപ്പോൾ 19 1 20 ആവും അവിടുത്തെ അംഗസംഖ്യ. മനസ്സിലായോ? അപ്പോൾ അംഗസംഖ്യ എത്രയായി? അംഗസംഖ്യയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഒരെണ്ണം കൂടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരാൾ എക്സ്ട്രാ വന്നു എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാം. പഴയ ശരാശരി എത്രയാണ്? നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂതാ. അധ്യാപകൻ്റെ ഭാരമല്ലേ കണ്ടുപിടിക്കണ്ടേ? അധ്യാപകൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ പഴയ ശരാശരി. ഓക്കെ, പഴയ ശരാശരി പ്ലസ് നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. പഴയ ശരാശരി പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ വർധനവ്. അത്രയേ ഉള്ളൂ. പഴയ ശരാശരി പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ വർധനവ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അംഗസംഖ്യ ഞാൻ പറഞ്ഞു ആദ്യം 19 ആയിരുന്നു. 19ൻ്റെ കൂടെ ഒരു അധ്യാപകൻ്റെ എണ്ണം കൂട്ടിയപ്പോൾ 20 ആയി. ഇപ്പോൾ അന്നേരം ശരാശരി നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നേക്കുന്നത്? പഴയ ശരാശരി എത്രയാണ്? 50 ആണല്ലേ? 50. പഴയ ശരാശരി 50 കിലോ ആണ്. ഇനി പ്ലസ് അംഗസംഖ്യ ഇവിടെ എത്രയായി? 20 എന്നായി അല്ലേ? 20 ഇൻറ്റു വർധനവ് എത്ര കിലോഗ്രാം മാറിയിരിക്കുന്നത്? ശരാശരി ഭാരത്തിൽ 2 കിലോൻ്റെ വർധനവ് അല്ലേ? 2 കിലോൻ്റെ. അപ്പോൾ 20 ഇൻറ്റു 2. അപ്പോൾ 50 പ്ലസ് 40 കിട്ടും. നമുക്ക് എത്ര കിട്ടി? 90 കിലോഗ്രാം. അപ്പോൾ അധ്യാപകൻ്റെ ഭാരം എത്രയാണ്? 90 കിലോഗ്രാം. മനസ്സിലായോ?
ഒരു ക്ലാസ്സിലെ 19 കുട്ടികളുടെ ശരാശരി ഭാരം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തരും, ഒരു ക്ലാസ്സിലെ കുറച്ച് കുട്ടികളുടെ ശരാശരി ഭാരം തന്നിട്ട് അതിലേക്ക് അധ്യാപനങ്ങളെ കൂട്ടിയാൽ ശരാശരിയിൽ ഇത്ര കൂടും എന്നായിരിക്കും പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിച്ചാൽ മതി, എന്താ ചെയ്യേണ്ടത്, അംഗസംഖ്യയുടെ എണ്ണം നിങ്ങൾ തെറ്റിക്കരുത്. അംഗസംഖ്യ എന്ത് ചെയ്യും, അംഗസംഖ്യ ഒന്ന് കൂടും. കാരണം 19 ആയിരുന്നത് ഒരാളുകൂടെ വന്നു, അതിൽ അധ്യാപനോടെ വന്നപ്പോൾ 19 എന്നുള്ളത് 20 ആകും, അംഗസംഖ്യ 20 ആയി. പിന്നെ നമ്മൾ എന്താ ഇക്വേഷൻ, പഴയ ശരാശരി പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ വർധനവ്. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്, ഓപ്ഷൻ സിയിലെ 90 കിലോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, ഒരു ക്ലാസ്സിലെ 24 കുട്ടികളുടെ ശരാശരി ഭാരം 20 കിലോഗ്രാമാണ്. അധ്യാപകൻ്റെ ഭാരം കൂടി ഉൾപ്പെടുത്തിയാൽ ഉൾപ്പെടുത്തിയാൽ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടാവും. എങ്കിൽ അധ്യാപകൻ്റെ ഭാരം എത്ര? ഓക്കെ, അപ്പോൾ 24 കുട്ടികളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അംഗസംഖ്യ എത്രയാണ് വരും ഇവിടെ, അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 24 + 1 അല്ലേ, 25. അധ്യാപകൻ്റെ എണ്ണോടെ കൂടി കൂട്ടിയിട്ടാണ് അംഗസംഖ്യ വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്, ഇക്വേഷൻ വരുന്നത് എങ്ങനെയായിരുന്നു, ആദ്യത്തെ ശരാശരി അല്ലേ, ആദ്യത്തെ ശരാശരി എത്രയാണ്, 20. അപ്പോൾ ആദ്യത്തെ ശരാശരി 20 പ്ലസ് അംഗസംഖ്യ അല്ലേ, അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വർധനവ്. അപ്പോൾ ശരാശരിയുടെ വർധനവ് എത്രയാണ്, 1 കിലോഗ്രാം. അപ്പോൾ 20 + 25 എത്ര വന്നു, 45 കിലോഗ്രാം എന്ന് വന്നു. ഓക്കെ, 45 കിലോഗ്രാമാണ് അപ്പോൾ അധ്യാപകൻ്റെ ഭാരം എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, ഒരു ക്ലാസ്സിലെ 29 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാമാണ്. അധ്യാപകൻ്റെ ഭാരം കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടാകും. എങ്കിൽ അധ്യാപകൻ്റെ ഭാരം എത്ര? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ അംഗസംഖ്യ നിങ്ങൾ കണ്ടുപിടിക്കുക. അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 29 + 1 അല്ലേ, 29 കുട്ടികൾ + 1 അധ്യാപകൻ. അപ്പോൾ 30, അംഗസംഖ്യ 30 ആയി. ഇനി നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു, ആദ്യത്തെ ശരാശരി 50 കിലോഗ്രാം പ്ലസ് എന്താ വരും, അംഗസംഖ്യ 30 ഇൻറ്റു വർധനവ് എത്രയാണ്, 1, 30 ഇൻറ്റു 1. അപ്പോൾ 50 + 30 എത്ര കിട്ടി, 80 കിലോഗ്രാം അല്ലേ. അധ്യാപകൻ്റെ വെയിറ്റ് എത്രയാണ്, 80 കിലോഗ്രാം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്ലാസ്സിലെ 19 കുട്ടികളുടെ ശരാശരി ഭാരം 700 കിലോഗ്രാമാണ്. അധ്യാപകൻ്റെ ഭാരം കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി 500 ഗ്രാമിൻ്റെ വർധനമാണ്. 500 ഗ്രാം, അതായത് 1/2 കിലോൻ്റെ വർധനമാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, അംഗസംഖ്യ എത്രയാണ്, 19 കുട്ടികളും ഒരു അധ്യാപകൻ, അങ്ങനെ 20 എന്ന് കിട്ടും. ഇനി ശരാശരി കണ്ടുപിടിക്കാൻ വേണ്ടി ഇതാ പഴയ ശരാശരി 70 പ്ലസ് അംഗസംഖ്യ എത്രയാണ് നമ്മുടെ ഇവിടുത്തെ 20 ഇൻറ്റു വർധനവ് എത്രയാണ്, 1/2 കിലോ അല്ലേ, 0.1/2. അപ്പോൾ എത്ര വരും, 10. അപ്പോൾ 70 + 10. ഓക്കെ, 70 + 10 എത്രയാണ്, 80 കിലോഗ്രാം. അധ്യാപകൻ്റെ ഭാരം എത്രയാണ്, 80 കിലോഗ്രാം. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാമാണ്. ഓക്കെ, ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാമാണ്. പുതിയതായി 10 കുട്ടികൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 4 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി. എന്നാൽ പുതിയതായി വന്ന കുട്ടികളുടെ ശരാശരി ഭാരം, അപ്പോൾ ഇതിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു കുട്ടിയായിരുന്നു വന്നത് അല്ലേ, അല്ലെങ്കിൽ ഒരു അധ്യാപനമായിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് എന്ത് സംഭവിച്ചു, കുറച്ച് അധികം കുട്ടികൾ ഒരുമിച്ച് വരികയാണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ 10 കുട്ടികളാണ് വരുന്നത്. അപ്പം അങ്ങനെ വന്നാൽ ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്, ഇങ്ങനെയാണ്, പഴയ ശരാശരി പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വ്യത്യാസമാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലേ, അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വ്യത്യാസം. ഇങ്ങനെയായിരുന്നു നമ്മൾ ആദ്യം ചെയ്തത്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചെയ്തേക്കുക, ബൈ പുതുതായി വന്നവരുടെ എണ്ണം കൂടെ ചെയ്യാം. ഓക്കെ, സംഭവം ആദ്യത്തേതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ ഇക്വേഷൻ എടുക്കുമ്പോൾ അംഗസംഖ്യൻ്റെ ശരാശരിയുടെ വ്യത്യാസം എന്ന് എടുത്തതിൽ കൂടെ എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ അതിന് ഡിവൈഡഡ് ബൈ പുതുതായി വന്നവരുടെ എണ്ണം കൂടെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, പഴയ ശരാശരി പ്ലസ് അംഗസംഖ്യൻ്റെ ശരാശരിയുടെ വ്യത്യാസം ബൈ 1 ആയിരുന്നു നമ്മൾ നേരത്തെ കേസിൽ ഒരാൾ വരുമ്പോൾ. ബൈ 1 ആയതുകൊണ്ട് നമ്മളവിടെ എഴുതുന്നില്ല. അപ്പോൾ ഇവിടെ പുതുതായി വന്നവരുടെ എണ്ണം എത്ര ഉണ്ടെന്ന് വെച്ചാൽ അത് വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എത്ര കിട്ടുമെന്ന്. 40 കുട്ടികളുടെ പഴയ ശരാശരി എത്രയാണ്, 50 അല്ലേ. പഴയ ശരാശരി എത്രയാണ്, 50 കിലോഗ്രാമാണ്. പഴയ ശരാശരി 50 എഴുതി. അംഗസംഖ്യ എത്രയാണ്, 40. ശരാശരിയുടെ വ്യത്യാസം എത്ര കിലോഗ്രാമാണ്, 4 കിലോഗ്രാം അല്ലേ. അപ്പോൾ അംഗസംഖ്യ 40 ആണ്, ശരാശരിയുടെ വ്യത്യാസം 4 കിലോഗ്രാമാണ്. പുതുതായിട്ട് എത്ര പേരെ വന്നേ, 10 പേര്. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോയി അല്ലേ, 0 0 വെട്ടി, 4 × 4 16. അപ്പോൾ 50 + 16 എന്ന് കിട്ടും. അപ്പോൾ 66. അപ്പോൾ 66 കിലോഗ്രാമാണ് അംഗസംഖ്യ
ഇതിവിടെ മിസ്റ്റേക്ക് പറ്റിയല്ലോ. അംഗസംഖ്യ എത്ര വരും ഇപ്പോൾ ഇവിടെ? എത്ര വരും? 40 + 10 അല്ലേ? അംഗസംഖ്യ 50 അല്ലേ? സോറി, ഇവിടെ തെറ്റിയിട്ടുണ്ട്. അംഗസംഖ്യ മൊത്തം എത്ര വരും ഇവിടെ? 50 പേര് വരും അല്ലേ ടോട്ടല്? 40 പേര് ഓൾറെഡി ഉണ്ടായിരുന്നു, പിന്നെ 10 പേര് എക്സ്ട്രാ വന്നു. അപ്പോൾ 40 + 10 50 അംഗസംഖ്യ. 50 അംഗസംഖ്യ ഇവിടെ എത്ര കിട്ടി? 20. ആൻസർ 70 കിട്ടും. അത് ശ്രദ്ധിച്ചോണേ. അപ്പോൾ അംഗസംഖ്യ എത്രയാണ് ശരിക്കും? അംഗസംഖ്യ എന്ന് പറയുന്നത് 50 കുട്ടികളുണ്ടായിരുന്നു, അല്ല 40 കുട്ടികളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 40 പേരുടെ 40 പേരുടെ കൂടെ 10 കൂടെ വന്നില്ല, അങ്ങനെയാണ് 50 അംഗസംഖ്യ വന്നത്. ഓക്കെ, അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വ്യത്യാസം പോയി പുതുതായി വന്നവരുടെ എണ്ണം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി ഭാരം 20 കിലോഗ്രാമാണ്. പുതുതായി 10 കുട്ടികൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനമുണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടികളുടെ ശരാശരി ഭാരം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 40 പേരാണ്. ഇപ്പോൾ ടോട്ടൽ അംഗസംഖ്യ എത്രയാവും? 40 + 1 അല്ലേ? അല്ല, 40 + 10. ഇപ്പോൾ അംഗസംഖ്യ ഇവിടെ 50 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? പഴയ ശരാശരി 20 അല്ലേ, പ്ലസ് അംഗസംഖ്യ 50 ആണ്, ഇൻറ്റു എത്രേൻ്റെ വ്യത്യാസം? 2 കിലോഗ്രാമിൻ്റെ. 50 × 2 ബൈ എത്ര പേരെ വന്നേ? 10 പേര് അല്ലേ? അപ്പോൾ എത്ര കിട്ടി? 20 പ്ലസ് ഈ 0 0 വെട്ടി 5 2 10. 20 10 30 കിലോഗ്രാം. ഓക്കെ, 30 കിലോഗ്രാമാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അംഗസംഖ്യ എടുക്കണ തെറ്റിപ്പോരുതേ. ഞാനത് തെറ്റിച്ചു. അംഗസംഖ്യ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ വന്ന ആൾക്കാരുടെ എണ്ണോടെ കൂട്ടിയാണ്. ടോട്ടൽ അത്ര ആൾക്കാരായില്ലേ? ഇനി അടുത്ത് നോക്കാം. ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുടെ ശരാശരി പ്രായം 15 വയസ്സാണ്. 20 കുട്ടികൾ കൂടി വന്നപ്പോൾ ശരാശരി പ്രായത്തിൽ 2 വയസ്സിൻ്റെ വർധനമുണ്ടായെങ്കിൽ എന്താണ്? പുതുതായി വന്ന കുട്ടികളുടെ ശരാശരി പ്രായം എത്ര? സിമ്പിളാണ്. നമ്മൾ ആദ്യത്തെ ശരാശരി എത്രയാണ്? 15 വയസ്സ് അല്ലേ? ആദ്യത്തെ ശരാശരി 15 വയസ്സ്. അംഗസംഖ്യ എത്ര വരും? ഇപ്പോൾ 30 + 20 അല്ലേ? 30 + 20 50 നമ്മുടെ അംഗസംഖ്യ അല്ലേ? അപ്പോൾ 50 ഇൻറ്റു എത്ര വയസ്സിൻ്റെ വ്യത്യാസം? 2 വയസ്സിൻ്റെ. അപ്പോൾ 50 × 2 ബൈ എത്ര പേരെ പുതിയത് വന്നത്? 20 പേര് പുതിയത് വന്നു. അപ്പോൾ ഈ ഒരു 0 പോയി, ഈ 2 വെട്ടി. അപ്പോൾ എത്ര വന്നു? 15 + 5 20. ഓക്കെ, 20 കിലോഗ്രാമാണ് വന്ന കുട്ടികളുടെ, പുതുതായി വന്ന ആൾക്കാരുടെ ശരാശരി. 20 കിലോഗ്രാം പ്രായമല്ല, 20 20 വയസ്സ്. ഓക്കെ, 20 വയസ്സാണ് ശരാശരി പുതിയതായി വന്ന കുട്ടികളുടെ ശരാശരി. മനസ്സിലായോ? അപ്പോൾ പഴയ ശരാശരി പ്ലസ് അംഗസംഖ്യ ഇൻറ്റു വർധനവ് ബൈ വന്ന കുട്ടികളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അംഗസംഖ്യ എടുക്കുമ്പോൾ വന്ന ആൾക്കാരോട് കൂട്ടിയിട്ട് വേണം എടുക്കാനായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിന് 30 കിലോമീറ്റർ വേഗത്തിലും ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂർ 20 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ ആ വ്യക്തിയുടെ ശരാശരി വേഗം എത്ര? അപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് ഇയാൾ 30 കിലോമീറ്റർ വേഗത്തിലും ബിയിൽ നിന്ന് എയിലേക്ക് 20 കിലോമീറ്റർ വേഗത്തിൽ. അപ്പോൾ അതിൽ ഒരാൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അതായത് ദൂരം വ്യത്യാസം വരുന്നില്ല. ദൂരം എന്തായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. അത് തമ്മിൽ ഇടയ്ക്കുള്ള ദൂരം സെയിം ആയിരിക്കും, ഈ വേഗത മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ എ ആണ്, ഇത് ബി ആണെന്ന് വിചാരിച്ചാൽ എപ്പോഴും ആ ശരാശരി കണ്ടുപിടിക്കാനായിട്ട് ശരാശരി ദൂരം സെയിം ആയിരിക്കണേ. ദൂരം മാറിയാൽ ഈ ആൻസർ, ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. ദൂരം സെയിം ആണെങ്കിൽ 2ab / a + b എന്ന് എടുത്താൽ മതി. ദൂരം സെയിം ആണെങ്കിൽ, അതായത് ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് a km/h പോകുന്നു, ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് b km/h സഞ്ചരിക്കുന്നതെങ്കിൽ ശരാശരി വേഗത എത്ര എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ആ ദൂരം എന്തായിരിക്കും? എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ 2ab / a + b എന്ന് നിങ്ങൾക്ക് എടുക്കാം ഇക്വേഷൻ. ഇവിടെ a എത്രയാണ്? 30. 2 × 30 ഇങ്ങനെ 2ab / a + b അല്ലേ? 2 × 30 × 20 / 30 + 20 ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ 50 താഴെ വരും. 2 × 600 / 50. 0 0 പോയി എത്ര വരും? 12 2 24 km/h ആണ് ശരാശരി വേഗത. മനസ്സിലായോ? 24 km/h. ഓപ്ഷൻ സി ആണ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ അതായത് ദൂരം, രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം സെയിം ആണ്, പക്ഷേ സഞ്ചരിക്കുന്ന വേഗത ഡിഫറൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2ab / a + b എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടും ശരാശരി വേഗത കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 40 km/h വേഗതയിലും ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 60 km വേഗതയിലും സഞ്ചരിക്കുന്നെങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്ര? ഇത് എ ആയിട്ട് എടുക്കുക,
ഇത് ബി ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വരും ശരാശരി വേഗത? 2ab/a+b. അപ്പോൾ 2 × 40 × 60/40 + 60. ഓക്കെ, എത്ര വരും? 2 × 2400 അല്ലേ? 2 × 2400/60 + 40 100 0 വെട്ടി 24 2 48 km/h ആണ് നമ്മുടെ അല്ലെങ്കിൽ അയാളുടെ ശരാശരി വേഗത. ഓക്കെ, 48 km/h. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 10 km വേഗതയിലും ബിയിൽ നിന്ന് എയിലേക്ക് തിരിച്ച് 15 km വേഗതയിലും സഞ്ചരിക്കുന്നു എങ്കിൽ വ്യക്തിയുടെ ശരാശരി വേഗത എത്ര? എന്താ നമ്മൾ ചെയ്യേണ്ടത്? 2 × ab/a+b അല്ലേ? 2 × ab/a+b. ഇതാണ് എ, ഇതാണ് ബി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 × 10 × 15/10 + 15 അല്ലേ? അപ്പോൾ 2 × 15 10 × 15/25 അല്ലേ? അപ്പോൾ ഇത് എത്ര കിട്ടും? 5 5 25 3 അല്ലേ? 5 3 15. ഇനി 5 2 10. അപ്പോൾ 4 4 4 12 12 km/h എന്ന് കിട്ടും. ഓക്കെ, 12 km/h വേഗതയിലാണ് അയാൾ സഞ്ചരിച്ചേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 70 km വേഗതയിലും ബിയിൽ നിന്ന് എയിലേക്ക് 30 km വേഗതയിലും സഞ്ചരിക്കുന്നു അയാളുടെ ശരാശരി വേഗത. അപ്പോൾ 70 എന്നുള്ളത് എ ആയിട്ട് എടുക്കുക, 30 എന്നുള്ളത് ബി ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 2ab/a+b. ഓക്കെ, 2ab/a+b. 2 × 70 × 30/70 + 30. അപ്പോൾ 2 × 70 × 30/100. ഓക്കെ, 0 ഒക്കെ വെട്ടിക്കളയാം. അപ്പോൾ എത്ര വന്നു? 7 3 21 2 42 km/h അല്ലേ? 42 km/h വേഗതയാണ് അയാളുടെ ശരാശരി വേഗത. ഓക്കെ, അപ്പോൾ നിങ്ങൾ എ ബി ഒക്കെ മാറിയിട്ട് ഓഫീസിൽ നിന്ന് വീട് അങ്ങനെ, അതായത് നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അത് നമ്മളുടെ ശരാശരി ദൂരം, ശരാശരി അല്ല, ദൂരം സെയിം ആയിരിക്കണം. അങ്ങനെ വന്നാലാണ് 2ab/a+b എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അടുത്തത് 1 മുതൽ 17 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗത്തിൻ്റെ ശരാശരി. ഓക്കെ, 17 വരെയുള്ള സംഖ്യകളുടെ, ഓക്കെ, ഇത് സംഖ്യ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എണ്ണൽ സംഖ്യ 1 മുതൽ 17 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗത്തിൻ്റെ സ്ക്വയറിൻ്റെ ശരാശരി. അപ്പോൾ വർഗ്ഗത്തിൻ്റെ ശരാശരി കണ്ടുപിടിക്കാനാണെങ്കിൽ n+1 × 2n+1/6. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. n+1 × 2n+1/6 എന്ന് എടുത്താൽ മതി. കറക്റ്റായിട്ടുള്ള എണ്ണൽ സംഖ്യകളാണ് തരുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര n എത്രയാണ്? n 17 അല്ലേ? 17 17 + 1 × 2 × 17 + 1/6. അപ്പോൾ 17 + 1 എത്രയാണ്? 18 17 2 34 + 1/6 അല്ലേ? 18 × 35/6 അല്ലേ? 6 3 ആണ് 18 അല്ലേ? അപ്പോൾ 35 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 105 എന്ന് കിട്ടും. 105. ഇക്വേഷൻ മനസ്സിലായോ? നിങ്ങളുടെ വർഗ്ഗത്തിൻ്റെ എന്ന് പറഞ്ഞാൽ n+1 × 2n+1/6 ഡയറക്റ്റ് ഇക്വേഷനാണ്. നേരെ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. 1 മുതൽ 23 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗത്തിൻ്റെ ശരാശരി. എന്താ നമ്മുടെ ഇക്വേഷൻ? n+1 × 2n+1/6 അല്ലേ? n+1 × 2n+1/6. ഇപ്പോൾ n എത്രയാണ് ഇവിടെ? 23 ആണ് n. അപ്പോൾ 23 + 1 × 2 × 23 + 1/6. അപ്പോൾ 24 × 23 2 എത്രയാണ്? 46 46 + 1/6 അല്ലേ? അപ്പോൾ 24 × 47/6. 6 4 ആണ് 24 അല്ലേ? 6 4 24. അപ്പോൾ 4 × 47 എന്ന് കിട്ടും. 4 × 47 എന്ന് പറഞ്ഞാൽ 188 ആണ്. ഓക്കെ, 188 ആണ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ വർഗ്ഗത്തിൻ്റെ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇക്വേഷൻ ഉണ്ട്. വർഗ്ഗത്തിൻ്റെ ശരാശരി എന്ന് പറഞ്ഞാൽ n+1 × 2n+1/6. ഓക്കെ, അപ്പോൾ 1 മുതൽ 29 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗത്തിൻ്റെ ശരാശരി. അപ്പോൾ 29 ആണ് നിങ്ങളുടെ n. ഓക്കെ, അതാണ് n. അപ്പോൾ n+1 × 2n+1/6. ഓക്കെ, അപ്പോൾ ഇവിടെ n എത്രയാണ്? 29. 29 + 1 2 × 29 + 1/6. 29 + 1 എത്രയാണ്? 30 × 29 2 എത്രയാണ്? 29 2 58 അല്ലേ? 58 + 1/6 ആണ്. ഓക്കെ, അപ്പോൾ 30 × 59/6. അപ്പോൾ ഈ 6 ഇത് വെട്ടിയിട്ട് 5. 59 ×
5 വരും. 59 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 295. അപ്പോൾ 295 നമ്മുടെ ആൻസർ. അപ്പോൾ ഇക്വേഷൻ മനസ്സിലായല്ലോ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. 1 മുതൽ 35 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗത്തിൻ്റെ ശരാശരി. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? n+1 ഇൻറ്റു 2n+1/6. ഓക്കെ, ഇവിടെ n എത്രയാണ്? n എന്ന് പറഞ്ഞാൽ 35 അപ്പം 35 + 1 ഇൻറ്റു 35 ഇൻറ്റു 2 + 1/6. അപ്പോൾ 35 + 1 എത്രയും 36 ഇൻറ്റു 35 2 70 + 1/6. 36 ഇൻറ്റു 71/6. അപ്പോൾ ഇത് 6 6 36. അപ്പോൾ 71 ഇൻറ്റു 6 ഓക്കെ, 71 ഇൻറ്റു 6 426. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോണം. 426 ആൻസർ. ഓക്കെ, അപ്പോൾ വർഗ്ഗത്തിൻ്റെ ശരാശരി എന്ന് പറഞ്ഞാൽ n+1 ഇൻറ്റു 2n+1/6 എന്ന് പറഞ്ഞേച്ചുള്ള ഇക്വേഷൻ നിങ്ങൾ അങ്ങ് ഇട്ടാൽ മതി. അടുത്തത് 1 മുതൽ 4 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ ശരാശരി. ഓക്കെ, ക്യൂബിൻ്റെ വർഗ്ഗമല്ല, ഇത് ക്യൂബാണ്. ഇപ്പോൾ ക്യൂബിൻ്റെ ശരാശരി കാണാനാണ് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. n ഇൻറ്റു n+1² ഓക്കെ, n ഇൻറ്റു n+1² ഇവിടെ n എത്രയാണ്? 4 വരെയുള്ളതെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 4 അപ്പോൾ 4 ഇൻറ്റു 4 + 1/4 അല്ലേ. 4ഉം 4ഉം വെട്ടി, അതിൻ്റെ സ്ക്വയർ അല്ലേ, 5² എത്ര കിട്ടിയപ്പോൾ? 25. ഓക്കെ, അപ്പോൾ n ഇൻറ്റു n+1² അടുത്ത് നോക്കിയേ. 1 മുതൽ 8 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ ശരാശരി. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? n ഇൻറ്റു n+1² അല്ലേ. അപ്പോൾ എത്രയാണ് ഇവിടുത്തെ? n എത്രയാണ്? 8 അല്ലേ. അപ്പോൾ 8 ഇൻറ്റു 8 + 1² അല്ലേ. അപ്പോൾ ഈ 4 വെട്ടി ഇവിടെ 2 എഴുതാം നമുക്ക്. 2 ഇൻറ്റു 9² അല്ലേ. 2 ഇൻറ്റു 81 അല്ലേ. 2 ഇൻറ്റു 81 എന്ന് പറഞ്ഞാൽ 162. മനസ്സിലായോ? n ഇൻറ്റു n+1² ക്യൂബിൻ്റെ ശരാശരി. n ഇൻറ്റു n+1²/4. ഓക്കെ, അതാണ് ക്യൂബിൻ്റെ ശരാശരി. അടുത്ത ക്വസ്റ്റ്യൻ. 1 മുതൽ 9 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ ശരാശരി. അപ്പോൾ n എത്രയാണ് ഇവിടെ? n എന്ന് പറഞ്ഞാൽ 9. n ഇൻറ്റു n+1² അല്ലേ. n എത്രയാണ്? 9 ഇൻറ്റു 9 + 1/4. 9 ഇൻറ്റു 10/4. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 90/4 അല്ലേ. 90. അയ്യോ, ഇതിൻ്റെ സ്കോർ എടുത്തില്ലല്ലോ, തെറ്റിപ്പോയി. 10². അപ്പോൾ 900 അല്ലേ. 900/4 അപ്പോൾ എത്ര വരും? 225 കിട്ടും. 225 സ്ക്വയർ ഇടാൻ മറന്നു വരുന്നത്. n ഇൻറ്റു n+1²/4 ക്യൂബിൻ്റേത്. മറ്റേ സ്ക്വയറിൻ്റെ ആയിരുന്നെങ്കിൽ n+1 ഇൻറ്റു 2n+1/6 സ്ക്വയറിൻ്റെ ശരാശരി. ക്യൂബിൻ്റെ വരുമ്പം n ഇൻറ്റു n+1²/4 സ്ക്വയറിൻ്റെ ശരാശരി കണ്ടുപിടിക്കാനായിട്ടാണെങ്കിൽ n+1 ഇൻറ്റു 2n+1/6. ഓക്കെ, അടുത്തത് ഇനി വേറൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തൻ്റെ 16ാമത്തെ കളിയിൽ 80 റൺസ് അടിച്ചു. അതോടെ അദ്ദേഹത്തിൻ്റെ ശരാശരി 2 റൺസിൻ്റെ വർധനവുണ്ടെങ്കിൽ 16 കളികളിലായി അദ്ദേഹത്തിൻ്റെ ശരാശരി എത്ര? അതായത് ഇയാൾ എത്ര കളി കളിച്ചിട്ടുണ്ട്? മൊത്തം 16 കളി കളിച്ചിട്ടുണ്ട്. 17ാമത്തെ കളിയിൽ പുള്ളിക്ക് എന്ത് കൂടി? ശരാശരി 2 റൺസിൻ്റെ വർധനവുണ്ടായി. വർധനവ് ശ്രദ്ധിച്ചോണം കേട്ടോ. ആ വർധനവ് ഉണ്ടായെങ്കിൽ 16 കളികളായി അദ്ദേഹത്തിൻ്റെ ശരാശരി എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. റൺസ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ കേട്ടോ. കുഞ്ഞൊരു ഇക്വേഷനാണ്. റൺസ് ഓക്കെ, റൺസ് മൈനസ് കളികളുടെ എണ്ണം. ഓക്കെ, പണ്ടത്തെ കളികളുടെ എണ്ണമാണ് കേട്ടോ. കളികളുടെ എണ്ണം -1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. ഓക്കെ, മനസ്സിലായോ? ഈ മൈനസ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മൈനസ് ഈ വർധനമെന്ന് കണ്ടാൽ അവിടെ മൈനസ് ആയിരിക്കും. ഇത് എന്ത് കണ്ടാലാണ്? വർധനമായതുകൊണ്ടാണ്. ഓക്കെ, ഇനി കുറവെന്നാണെങ്കിൽ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കണം നിങ്ങൾ ഇടേണ്ടത് കേട്ടോ. ശരാശരിയിൽ എത്ര റൺസ് കുറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തിട്ടേക്കുക? പ്ലസ് ഇട്ടേക്കുക. വർധനവാണെങ്കിൽ നിങ്ങൾ എന്തിട്ടോളാം? മൈനസ് ഇട്ടേക്കുക. അപ്പോൾ ഇത്ര ഓർത്തോണം, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. വർധനവെന്നാണെങ്കിൽ നിങ്ങൾ എന്തിടണം? മൈനസ് ഇട്ടോണം. ഓക്കെ, കുറവ് എന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലസ് ആണ് നിങ്ങൾ ആ സിമ്പൽ ഇടേണ്ടത്, ഈ പോയിൻ്റിലെ സിമ്പൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ എന്താണ്? റൺസ് മൈനസ് കളികളുടെ എണ്ണം -1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. അപ്പോൾ റൺസ് എത്രയാണ് പുള്ളി? 16ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്തു? 80 റൺസ് എടുത്തു. അപ്പോൾ ഞാൻ 80 അവിടെ എഴുതി. ഓക്കെ, റൺസ് കളികളുടെ എണ്ണം എത്ര ഇവിടെ? 16 കളികളാണ്. -1 ഇൻറ്റു ശരാശരി വ്യത്യാസം എത്രയാണ്? 2. അപ്പോൾ നമുക്ക്
80 മൈനസ് 16 നിന്ന് പോയ 15, 15 2 30 അല്ലേ. അപ്പോൾ 80 മൈനസ് 30 പുള്ളിക്ക് ശരാശരി എത്രയാണ്? 80 30 പോയാൽ 50. ഇപ്പോൾ പുള്ളിയുടെ പണ്ടത്തെ ശരാശരി എത്രയായിരുന്നു? 50 ആയിരുന്നു. 16 കളികൾ വരെയുള്ള പുള്ളിയുടെ ശരാശരി എത്രയാണ്? 50 ആണ്. ഓക്കെ, അപ്പോൾ വർധനവെന്ന് കണ്ടാൽ നിങ്ങൾ മൈനസും കുറവെന്ന് കണ്ടാൽ പ്ലസും ചെയ്തോളാം. ഇതാ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തന്നെ 29ാമത്തെ കളിയിൽ 90 റൺസ് അടിച്ചു. അദ്ദേഹത്തിന് ശരാശരി 1 റൺസിൻ്റെ വർധനവുണ്ടെങ്കിൽ 21 കളികളിലായി അദ്ദേഹത്തിന് ശരാശരി എത്ര? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റൺസ് ആദ്യം എഴുതുക. റൺസ് എത്രയാണ്? 90 മൈനസ് എന്ത് ചെയ്യണം നമ്മൾ? 90 മൈനസ് കളികളുടെ എണ്ണം എത്രയാണ്? 21. 21 മൈനസ് 1. ഓക്കെ, 21 മൈനസ് 1 ഇൻറ്റു 21 മൈനസ് 1. ഇവർക്ക് 21ാമത്തെ കളിയിൽ 21 മൈനസ് 1 ഇൻറ്റു വർധനവ് 1. ഓക്കെ, അപ്പോൾ എത്ര വന്നു? 90 മൈനസ് 20 എന്ന് വന്നു. അപ്പോൾ എത്രയാണ് പുള്ളിക്കുള്ള അതിന് മുന്നത്തെ കളികൾ വരെയുള്ള ശരാശരി എത്രയാണ്? 70 റൺസിൻ്റെ ശരാശരിയാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തന്നെ 11ാമത്തെ കളിയിൽ 50 റൺസ് എടുത്തു. ശരാശരി 2 റൺസിൻ്റെ വർധനവുണ്ടെങ്കിൽ 11 കളികളിലായി അദ്ദേഹത്തിൻ്റെ ശരാശരി എത്ര? അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ 11ാമത്തെ കളിയിൽ എത്ര അടിച്ചേ? 50. അപ്പോൾ അടിച്ച റൺസ് എഴുതി മൈനസ് ഇനി എത്ര കളി കളിച്ചിട്ടുണ്ട് പുള്ളി? 11 കളി. 11 മൈനസ് 1 ഇൻറ്റു വർധനം എത്രയാണ്? 2. അത്രയേ ഉള്ളൂ. അപ്പോൾ 50 മൈനസ് 10 ഇൻറ്റു 2. അപ്പോൾ 50 മൈനസ് 20. എത്ര റൺസായിരുന്നു പുള്ളിയുടെ കഴിഞ്ഞ കളികളുടെ ശരാശരി? 30 റൺസാണ് പുള്ളിയുടെ ശരാശരി. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ശരാശരി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഏകദേശം ഒരു 60 ക്വസ്റ്റ്യൻ 50 എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? 55 56 ക്വസ്റ്റ്യൻസ് 57 ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു. 57 ക്വസ്റ്റ്യൻസോളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരാശരി എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ നേരത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.